എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. JPHN എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 ml കണ്ടെയ്ൻസ്. ഓപ്ഷൻ ബി 15 ഡ്രോപ്സ് ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ. ഓപ്ഷൻ സി May 12th ആണ് റൈറ്റ് ഓപ്ഷൻ. ദി ടേം യൂസ്ഡ് ടു ഡിനോട്ട് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഓപ്ഷൻ എ അനോറക്സിയ ആണ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഡിസ്ഫാജിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ആണ്. അനോസ്മിയ എന്ന് പറയുന്നത് സ്മെല്ല് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ടങ് ഇസ് കോൾഡ് ഗ്ലോസൈറ്റിസ് ആണ്. ഓപ്ഷൻ ഡി റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് പാരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. സലൈവറി ഗ്ലാൻഡാണ് പാരോട്ടിഡ് ഗ്ലാൻഡ് എന്നുള്ളത് ഓർക്കണം. ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത് ഗമ്മിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്നതും ഇൻഫ്ലമേഷൻ തന്നെയാണ്. മൗത്ത് അല്ലെങ്കിൽ സറൗണ്ടിങ് റീജിയനിൽ കാണുന്ന തടിപ്പാണ്. ദി പിഗ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ സ്കിൻ കളറാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മെലാനിൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ. Ulcerated or slowed area of tissue subjected to pressure from lying on mattress for a prolonged period resulting in death of the tissue is called. ഓപ്ഷൻ ബി ഡെക്യൂബിറ്റസ് അൾസർ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഡയറക്ട്ലി ത്രൂ എ സബ്സ്റ്റൻസ് ഫ്രം ഹോട്ട് പാർട്ട് ടു കോൾഡ് പാർട്ട് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് ഇസ് ടേംഡ് ആസ്. കണ്ടക്ഷൻ ആണ് റൈറ്റ് ഓപ്ഷൻ. The clinical thermometer is disinfected using Dettol at a strength of. ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ. 1:40 for 5 minutes. The sudden return of normal temperature from a very high temperature within a few hours or days എന്ന് പറയുന്നത് ക്രൈസിസ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. Sudden severe attack of shivering in which body temperature rises rapidly to a stage of hyperpyrexia. റിഗർ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പൾസ് ബീറ്റ്സ് ഇൻ എ മിനിറ്റ് ഇസ് റേറ്റ്. ദി ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ഓവർ 24 ബ്രീത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ടാക്കിപീനിയ ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ആണെങ്കിൽ ബ്രാഡിപീനിയ എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ സ്ലോ ബ്രീത്തിങ് കണ്ടീഷനാണ്. അപ്നിയ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ബ്രീത്തിങ് ആയിരിക്കും. ശ്വാസം വലിക്കാനോ വിടാനോ ഉള്ള ബുദ്ധിമുട്ടിനെയാണ്. ഓർത്തോപീനിയ എന്ന് പറയുന്നത് ലൈ ഡൗൺ ചെയ്യുമ്പോൾ അല്ലെ കിടക്കുന്ന പൊസിഷനിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ടിഷ്യൂസസ്. ഓപ്ഷൻ ബി അനോക്സിയ ആണ് റൈറ്റ് ഓപ്ഷൻ. അനോക്സീമിയ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ആണ്. ഡിസ്നിയ ഇസ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. ആസ്ഫിക്സിയ ഇസ് ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ബോഡി. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിഗ്മോ മാനോമീറ്റർ ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കൺവേർട്ട് 104 ഡിഗ്രി ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. ഡിഗ്രി ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് -32 × 5/9 ആണ്. അപ്പോൾ ഇവിടെ 40 ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ സെസേഷൻ ഓഫ് ബ്രീത്തിങ് ഇസ് ടേംഡ് ആസ്. ഓപ്ഷൻ ഡി അപ്നിയ ആണ് സെസേഷൻ ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഹൈപ്പർ അപ്നിയ എന്ന് പറയുന്നത് വളരെ ഡെപ്തിലുള്ള ബ്രീത്തിങ് ആയിരിക്കും. യുപ്നിയ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്ങിനെ പറയുന്ന പേരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ഓപ്ഷൻ ബി ലിവർ ആണ് റൈറ്റ് ഓപ്ഷൻ. ലാർജസ്റ്റ് ഓർഗനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ സ്കിന്നാണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 1 year ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത് വെയ്റ്റ് ഓഫ് എ ചൈൽഡ് ഡബിൾസ് അറ്റ്. ഓപ്ഷൻ ബി 6 months ആണ്. 6 മാസം ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ വെയിറ്റ് ഇരട്ടിയാവുകയാണ് ചെയ്യാറുള്ളത്. MMR വാക്സിൻ ഇസ് അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ദി ഏജ് ഓഫ് 15 months ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആവറേജ് ലെങ്ത് ഓഫ് അംബലിക്കൽ കോഡ് 50 cm. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ബോഡി സെല്ലാണ്. ഓപ്ഷൻ എ. സൊല്യൂഷൻ യൂസ്ഡ് ടു ഡിറ്റക്ട് ഷുഗർ ഇൻ യൂറിൻ ബെനഡിക്സ് റിയേജൻ്റ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പെർമനൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ട്യൂബെക്ടമി ആണ് പെർമനൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ടെമ്പററി ആണ്. ലിപ്പിസ് ലൂപ്പ്, കോപ്പറ്റി, കോണ്ടം. ദി ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫീമെയിൽ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പെർമനൻറ്റ് സെസേഷൻ ഓഫ് മെൻസ്ട്രേഷൻ ഇസ് ടേംഡ് ആസ്. ഓപ്ഷൻ സി മെനോപോസ് ആണ് റൈറ്റ് ഓപ്ഷൻ. ബാക്കി ഓപ്ഷൻസിലേക്കും കൂടെ പോവാം. മെനാർക്ക് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്.
ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആയിരിക്കും അമെനോറിയ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ ഫീമെയിൽസ് ആണ് ടീലാർക്ക്. ദ നെയിം ഗിവൺ ടു endometrium during pregnancy is decidua. Option D is the right answer. The fertilized ovum divides into a cluster of cells called morula. Option B ആണ്. Human chorionic gonadotrophin is produced from cytotrophoblast. Option C is the right answer. Umbilical cord contains 2 arteries and 1 vein. Net maternal weight gain during pregnancy is 6 to 8 kg. Bluish discoloration of vagina during pregnancy is called Chadwick sign. Option D. The uterine fundus reaches syphis sternum at option B 36 weeks. The widest transverse diameter of fetal skull passes pelvic brim is termed as engagement. The expulsion of products of consumption before 20 weeks of gestation is abortion. The largest organ in our body is skin. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. Drug of choice of eclampsia, magnesium sulfate ആണ് right option. A RH negative mother with an RH positive baby should receive anti-D within option C 72 hours. The drug used to reduce fever is antipyretic. ആൻറ്റിസ്പാസ്മോഡിക് എന്ന് പറയുന്നത് മസിൽ സ്പാസംസ് അതേപോലെ മസിൽ പെയിൻ്റെ റിലീഫിന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. അനാൽജസിക്സ് പെയിൻ കില്ലേഴ്സാണ്. ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആർട്ടറീസിൽ ബ്ലഡ് ക്ലോട്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മെഡിസിനാണ്. പ്ലാസൻറ്റ ഇസ് കംപ്ലീറ്റ്ലി ഫോംഡ് ആൻഡ് സ്റ്റാർട്ട്സ് ഫങ്ഷനിങ് ആഫ്റ്റർ ഓപ്ഷൻ സി 10 weeks ആണ് റൈറ്റ് ഓപ്ഷൻ. ദി എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അറ്റ് ടേം ഓപ്ഷൻ ഡി 800 ml ആണ് റൈറ്റ് ആൻസർ. In which part of the fallopian tube fertilization occurs? Ampulla. Option B is the right answer. The pacemaker of heart is SA node. Sinoatrial node ആണ് pacemaker of heart എന്ന് പറയുന്നത്. The largest artery in the body is aorta. The outer covering of lungs is pleura. Option C ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മെനിഞ്ചസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഔട്ടർ കവറിംഗ് ആണ്. പെരികാർഡിയം എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഔട്ടർ കവറിംഗ് ആണ്. പെരിറ്റോണിയം എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഔട്ടർ കവറിംഗ് ആണ്. ദി ടോട്ടൽ നമ്പർ ഓഫ് ഡെസിഡിയസ് ടീത്ത് ഇൻ ചിൽഡ്രൻ ഇസ് ഓപ്ഷൻ ഡി 20 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി ഇസ് 206. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ദ വെയ്റ്റ് ഓഫ് നോൺ പ്രഗ്നൻറ്റ് യൂട്രസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 60 gram ആണ്. മെയിൻ വെക്ടർ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡെങ്കി ഫീവർ ഇസ് ഈഡിസ് ഈജിപ്തി. ഡെങ്കു, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, റിഫ്റ്റ് വാലി ഫീവർ എല്ലാം സ്പ്രെഡ് ചെയ്യുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് മലേറിയൻ്റെ കോസറ്റീവ് ഏജൻറ്റ്. ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കോസ് ചെയ്യുന്നതെന്നും ഓർത്തിരിക്കേണ്ടതാണ്. The test used to find out the amount of free residual chlorine in water after chlorination is orthotoluidine test. Option B ആണ് റൈറ്റ് ആൻസർ. Disinfection of well. The dosage of bleaching powder 2.5 gram per 1000 liter ആണ്. Option C is the right answer. The water testing apparatus used to find out quantity of chlorine required to disinfect 100 gallons 455 liters of water. Option A Horrocks apparatus ആണ് യൂസ് ചെയ്യുന്നത്. Recommended maximum noise level 85 decibels ആണ്. Scabies is caused by itch mites ആണ് റൈറ്റ് ആൻസർ. ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ. നമുക്കറിയാം വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് 2 ആണ്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ദി ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ് ഇസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അഡൽട്ടിലെ ഓസ്റ്റിയോപോറോസിസും കുട്ടികളുടെ റിക്കറ്റ്സുമാണ് കോസ് ചെയ്യുന്നത്. വൈറ്റമിൻ ബി നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണമാണ് ബെറിബറി വരുന്നത്. B2 ഡെഫിഷ്യൻസി കാരണമാണ് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് വരുന്നത്. B3 ഡെഫിഷ്യൻസി നിയാസിൻ കാരണമാണ് പെല്ലഗ്ര വരുന്നത്. B5 ഡെഫിഷ്യൻസി അതായത് പാൻറ്റോതനിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം ബേണിംഗ് ഫുഡ് സിൻഡ്രോം കാണിക്കാറുണ്ട്. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം പെരിഫറൽ ന്യൂറോപ്പതി കാണിക്കാറുണ്ട്. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് സൈനോകൊബലാമിൻ ആണ്. പെർനീഷ്യസ് അനീമിയയ്ക്ക് റിസൾട്ട് ചെയ്യുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാവാറുണ്ട്. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനും കാരണമാകുന്നത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്.
ഫുഡ് റിച്ച് ഇൻ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫിഷാണ്. The ICDS program was started in the year option 1975 ആണ്. An outbreak of disease in a community in excess of normal expectation and derived from a common or propagated source എന്ന് പറയുന്നത് എപ്പിഡമിക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എൻഡമിക് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ആണ്. പാൻഡമിക് ഗ്ലോബലായിട്ട് ഒരു ഡിസീസ് പകരുന്ന കണ്ടീഷനാണ്. സ്പൊറാഡിക് എന്ന് പറയുന്നത് സഡൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം സ്പ്രെഡ് ആവുന്നൊരു കണ്ടീഷനാണ്. The time interval between entry of disease agent into body and appearance of first sign or symptom of a disease is called incubation period. Option B ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ BCG വാക്സിൻ ആണ് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ. ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോക്ലേവ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇറാഡിക്കേറ്റഡ് ഇൻ അവർ കൺട്രി. സ്മോൾ പോക്സ് 1980 WHO ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. പോളിയോ മൈലൈറ്റിസ് 2014 ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് അനുസരിച്ച് സ്മോൾ പോക്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ദി കോസിറ്റീവ് ഓർഗാനിസം ഓഫ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത് ബോർഡറ്റെല്ല പെർട്യൂസിസ് ആണ്. ഓപ്ഷൻ ഡി. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കോസ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി ടെറ്റനസ് ആണ് കോസ് ചെയ്യുന്നത്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് കോസ് ചെയ്യുന്നത്. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. ദി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഓൺ. ഓപ്ഷൻ ബി 9th December 1995 ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇതിനൊരു 10 കൊല്ലം മുൻപെയാണ് നിലവിൽ വന്നതെന്നുള്ളതും ഓർത്തിരിക്കുക. 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നിലവിൽ വന്നിരിക്കുന്നത്. The mode of transmission of hepatitis B parenteral route ആണ്. Parasite responsible for cerebral malaria is Plasmodium falciparum. Option D is the right answer. First case of AIDS was reported in India in the year. Option C 1986 ആണ് right answer. Multipurpose workers scheme was launched in. Option A 1974 ആണ് right option. Diethyl carbamazine is used for the treatment of filariasis ആണ്. World AIDS Day December 1st. Option A ആണ് right answer. Last menstrual period of a primary mother is 25th May 2014. Her EDC is on. Option C 4/3/2015 ആണ് right option എന്ന് പറയുന്നത്. Denominator in a vertex presentation is occiput. The first fetal movement felt by the mother during pregnancy is termed as quickening. Option B is the right answer. Full dilation cervix at terms equates to about 10 cm. Option D ആണ് right answer. The drug used to induce labor is oxytocin. Option A ആണ്. Insulin is produced from. Option C pancreas ആണ് right option. Beta cells of islets of Langerhans pancreas നിന്നാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.